വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും റമദാൻ ഡേ മൈ ലൈഫിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നാണെങ്കിൽ റമദാൻ ഡേ 4 ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ പ്രാവശ്യം നമ്മളിങ്ങനെ റമദാൻ ഡേ മൈ ലൈഫ് എടുക്കുന്നതാണ്, അപ്പോൾ ഈ പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇടയത്താഴത്തിന് വേണ്ടി രാവിലെ എണീറ്റേക്കാണ് കണ്ടു ഗൈസ്. പുറത്തൊക്കെ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം സമയം 5 മണി ആയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കും. ഞാൻ വേഗം തന്നെ ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ, എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ ഇടയത്താഴത്തിന് കഴിക്കാനുണ്ടായിരുന്നത് പത്തിരിയും മുട്ടക്കറിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചോറൊക്കെ കഴിക്കണമെങ്കിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനാണ്. അപ്പം അങ്ങനെ അതും കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തണ്ണിമത്തൻ ജ്യൂസും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയതുകൊണ്ട് അധികം ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ കുടിച്ചാൽ. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്തു. നമ്മുടെ ഇന്നത്തെ നോമ്പും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും എടുത്തിരിക്കണേണ്. ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയി നിസ്കരിച്ചിട്ട് ഇപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോണതിൻ്റെ ഇടയിൽ ഒരാളാണെങ്കിൽ ഇവിടെ എന്നെ നോക്കി നിൽക്കണമായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ എണീറ്റിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് നിസ്കരിച്ച് ഗൈസ്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ച ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത്തെ എണീറ്റപ്പോൾ തന്നെ ടൈം വൈകി. നോമ്പല്ലേ ഗൈസ്, നമുക്ക് കുറച്ച് നേരം കൂടുതൽ കിടന്ന് ഉറങ്ങാമല്ലോ. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. എൻ്റെ ആണെങ്കിൽ സ്കൂൾ അടച്ച് ഇപ്പോൾ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെക്കേഷനാണ്. അതാണ് എനിക്ക് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങുക. അപ്പം എന്തായാലും ഞാനൊരു 12:45 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ച് നേരം വീണ്ടും കിടന്ന് അങ്ങനെ 2 മണിയായപ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കണം കേട്ടോ. ചുമ്മാ എന്താ വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നല്ല കാറ്റുണ്ട് അത്യാവശ്യത്തിന്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കറണ്ട് പോയിക്കണേണ്. അപ്പോൾ ഇവിടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയിക്കണാണ്. വീട്ടിലാണെങ്കിൽ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നേക്കണേണ്. ഇന്നലെ ആണെങ്കിൽ പതിയില്ലാണ്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആണോന്ന് അറിയില്ല. അത്യാവശ്യം തണുപ്പുണ്ട്. അതെല്ലാം സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ്. അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ആരും ഇല്ല. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ വ്യൂ വരുന്നത്. കണ്ടില്ലേ ഗൈസ്? അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലൈനൊക്കെ ഓഫാക്കി വെച്ചേക്കണേണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കണേണ്. ആൻഡ് ഇവിടെ ഒരു മിറർ ഉണ്ട്. യെസ്, അപ്പം ഇനി ഇങ്ങനെ ചുമ്മാ ഇവിടെ തേരാപ്പാര നടക്കുക. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് എന്താ ഗൈസ്, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഇതിന് മുമ്പുള്ള ടേക്ക് എടുത്തപ്പോൾ അപ്പുറത്ത് ട്രെയിനിൻ്റെ സൗണ്ടായിരുന്നു. എന്ത് ചെയ്യും ഇങ്ങനെ ആയാൽ? ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഫുൾ ഫ്രീ, ലൈക്ക് എന്താ പറയുക, എനിക്ക് തളർച്ച ഒന്നും ഉണ്ടാവില്ല. അതിന് എണീക്കുമ്പോൾ അതിന് ഉച്ചയാവും. പിന്നെ ഒരു ഉച്ചയ്ക്ക് 2 മണി 3 മണി ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എനിക്കൊരു ക്ഷീണം ഉണ്ടാവാറുണ്ട്. ലൈക്ക് ആ ഒരു നോമ്പിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. പിന്നെ 5 മണി 6 മണിയൊക്കെ വരെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ആ ഒരു സമയമാകുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്താ അതങ്ങനെയെന്ന് അറിയില്ല. എന്താ ഗൈസ്, എന്താ പറയുക. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം നല്ല ബോറടിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മാത്രമേ ടെറസിൻ്റെ മുകളിലിരുന്ന് ചുമ്മാ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നേക്കണേണ്. അത് കാരണം ബോറടിക്കണ്ട. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയില്ല. എൻജോയ് ചെയ്യുന്ന കൺട്രോളും കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമാനുണ്ട്. അമാൻ ഫുൾ ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. അമാൻ ആറ്റിറ്റ്യൂഡ്. യെസ്, ഗൈസ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങി. ആൻഡ് എൻ്റെ പെർഫ്യൂമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പോകണം, എന്നാലും നമുക്ക് ഇങ്ങനെ ചുമ്മാ നടക്കാം ഗൈസ്. നമ്മളങ്ങനെ നടന്ന് കുറച്ച് പീസ്ഫുൾ കിട്ടാൻ വേണ്ടി ഇവിടെ ഗ്രീൻ ഫീൽഡിൽ വന്നിരിക്കുകയാണ്. ഗൈസ്, ഇവളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനേ പറ്റൂല. ഫുൾ ടൈം ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ തേരാപ്പാര നടക്കാൻ ക്ഷീണിക്കുന്നില്ല. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണെങ്കിൽ ക്ഷീണിക്കും. പക്ഷേ ചുമ്മാ നടക്കുമ്പോൾ ക്ഷീണിക്കില്ല. എനിക്കങ്ങനെയാണ്. നമ്മൾ സമയം പോകുമ്പോൾ ശരി. ഇപ്പോൾ കുറച്ച് ടൈമും കൂടി ഉണ്ടെങ്കിൽ 3 മണിക്കൂറോ 2 മണിക്കൂറോ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. അത്രയും സമയം നമുക്ക് ടൈം എങ്ങനെയെങ്കിലും കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്ന് അങ്ങനെ ബോറടിക്കാൻ തുടങ്ങി. ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി ഉണ്ട്. കുറച്ച് നേരമല്ല, ഇനി മണിക്കൂറുണ്ട്, 2-3 മണിക്കൂറുണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ ഇരിക്കണമല്ലേ, എന്തെങ്കിലും പെയിൻറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്
അപ്പോൾ ഗൈസ് എനിക്ക് 7th ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു മെമ്മറി ബുക്ക് എനിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബുക്കിന് ഇപ്പോഴും 2-3 പേജസ് ഉണ്ട്. അപ്പോൾ അത് ഫില്ലാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുഞ്ഞി കുഞ്ഞി പേജസാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം ഗൈസ്. ടേബിളിൽ നിന്ന് ഇനി അത് എടുക്കണം, താഴത്ത് എവിടെ ഇരിക്കണേന്നൊന്നും എനിക്കറിയില്ല, ഫുള്ള് മെസ്സായി കിടക്കണേണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടേക്കൊക്കെ ഇരിപ്പുണ്ട്, എന്തായാലും ഞാനത് എടുക്കാം ഗൈസ്. കുറേ നേരത്തെ എൻ്റെ പരിശ്രമങ്ങൾക്കൊടുവിലേക്ക് ആ ബോക്സ് കിട്ടിയിരിക്കുകയാണ്, ഒരു ബുക്കുള്ള ബോക്സ് ഗൈസ്. അപ്പോൾ ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് 6th ഒക്കെ ആയിട്ട് കുറച്ച് മെമ്മറീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. സോ അതിൽ തന്നെയാണ് ഞാൻ ഈ ബുക്കും വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ബുക്ക്. ഇങ്ങനെ ക്യാമറ വെച്ചേക്കണതും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. സോ കണ്ട ഗൈസ്, എൻ്റെ ഹോൾ ടിക്കറ്റ് വരെയും ഇതിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 7th ബുക്കാണ്. അപ്പോൾ കണ്ടില്ല, ഇതിങ്ങനെ കുറേ ഇതിലിനി ബാക്കി പേജസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിങ്ങനെ ഫ്രണ്ട്സായിട്ട് കുറേ ഇതും ജേണലും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ചിട്ടുണ്ടായില്ല. ആൻഡ് ഈ ബുക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി പേജ് ഇല്ലേ, ഇനി ഞാൻ പേജ് ഉണ്ട് തെറ്റ് ഉണ്ട് ഗൈസ്. ഇനി 2 പേജുണ്ട്. സോ നമുക്ക് ഇനി ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്യാം, കലാബിരുദം ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ടൈം പോയി കിട്ടും. ആൻഡ് ഈ ഒരു പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഗൈസ്, ഇതിൽ എൻ്റെ കുറേ മെമ്മറീസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ 6th ഫ്രണ്ട്സ് തന്നിട്ടുള്ള ബ്രേസ്ലെറ്റ്, ഇതെൻ്റെ ഫ്രണ്ട്സ് തന്ന പേന, അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണാണ്. ഇനി അടുത്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ പേജിൽ ഞാൻ എന്താ വരക്കണ്ടേന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് പെയിൻറ്റ് ചെയ്യാനൊന്നും എനിക്ക് അധികം കഴിവില്ല. ഇങ്ങനെ ആർട്ടിനോടൊന്നും എനിക്ക് അത്രക്ക് ഇതില്ല. പിന്നെ അതിൻ്റെ പെയിൻറ്റൊക്കെ ആണെങ്കിൽ കുറേ ഒന്നും മിസ്സിങ് ആണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാനിവിടെ ഷെൽഫ് ഒതുക്കിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെയിൻറ്റൊക്കെ ഞാൻ എടുത്തപ്പോൾ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടെ വച്ചേക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെ എടുക്കാൻ മടിയാവാണ്ട്. ഇപ്പോൾ 2-3 പെയിൻറ്റ്സ് എന്തോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ടാം. ഞാൻ പെയിൻ്റൊക്കെ ഇവിടെ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊരു ഐഡിയ ഒന്നും കിട്ടാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മടിയായി തുടങ്ങി ഗായ്സ്. എന്താ എനിക്ക് ഇടയ്ക്കിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പെയിൻറ്റ് ചെയ്യാൻ തോന്നും. ഇപ്പം മൂഡ് പോയി, ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യണോ വേണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് എൻ്റെ അടുത്ത് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഒട്ടിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, ഞാൻ ഈ ഒരു ബുക്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഒട്ടിച്ച് വെക്കുന്നതാണ് ബോറടിക്കുമ്പോൾ. അപ്പോൾ കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണോ പെയിൻറ്റ് ചെയ്യണോ ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ അടുത്ത വഴി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അധികം ഞാൻ ബുക്കാണെങ്കിൽ എടുത്തും പോയി ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊന്നും എന്തായാലും ഒരു മൂഡില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ലിപ്സ്റ്റിക്കില്ലേ ഇതിൻ്റെ എന്താണ് ലിപ്പിൻ്റെ പ്രിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ മനസ്സിലായില്ലേ ഒരു കുറച്ച് എന്തെങ്കിലും തോട്ട്സ് അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഒരു ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കയ്യിൽ ഒരു ലിപ്പ് പോലെ വരച്ചെടുക്കുക. എത്രത്തോളം ശരിയാകുന്നതെന്ന് അറിയില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തേക്കൂടെ പോയിട്ടില്ല. സോ ചെയ്യാം. എനിക്കാകെ മൈലാഞ്ചി ഇടുമ്പോൾ മാത്രം കുറച്ച് ക്ഷമയുള്ളൂ ഗൈസ്. ഐ ഡിഡ് ഇറ്റ്. ബട്ട് കണ്ടു, ശ്രദ്ധിച്ച് നോക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പരീക്ഷണം നടത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ സെൻറ്ററിൽ മാത്രമാണ് ഉദ്ദേശിച്ചത്. ബട്ട് പരീക്ഷണം നടത്തിയാണ് ഈ ഒരു പേജ്. പക്ഷേ ഈ ഒരു പേജ് ഇങ്ങനെ കുറേ ആയപ്പോൾ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കണം. അപ്പോൾ കുറേ തോട്ടൊക്കെ മൈൻഡിലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തോട്ടം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കേണ്ടാവും ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തലയിൽ കയറിയ തോട്ടാണ്. ബട്ട് അങ്ങനെയല്ല, ഞാനിത് എന്താണ് നമ്മുടെ പിൻട്രസ്റ്റിൽ നോക്കിയ തോട്ടാണ്. എനിക്കിപ്പോൾ ആലോചിച്ചെടുക്കാൻ പോലെ ഒരു ഇതില്ല ഗൈസ്. കുറേ ആലോചിച്ചിരുന്നാലും എനിക്ക് തലവേദന എടുക്കും. നോമ്പല്ലേ ഗൈസ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഏത് തോട്ടം എഴുതണേന്ന് ഞാൻ ഇത് കണ്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ സംസാരിച്ച് എഴുതിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ സംസാരിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന് എഴുതി വെക്കും. സോ ശ്രദ്ധിക്കട്ടെ. ഇപ്പം ഞാൻ തുടക്കത്തിലൊക്കെ കുറച്ച് മെനക്കാണ് ഇതെന്ത് പകുതി എത്തുമ്പോൾ ക്ഷമ പോയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ലേ ഗൈസ്. അപ്പോൾ എന്താ ഞാനിപ്പോൾ എഴുതിയിട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു പിക്ചർ. ഞാൻ പഠിച്ചു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. അത്രയ്ക്ക് രസമായിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു പേന വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പം ഈ പേനാണെങ്കിൽ ലിപ്സ്റ്റിക്കിൽ ഇങ്ങനെ എഴുതൂല, അപ്പോൾ തെളിയുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ പിന്നെ ഒരു സാധനം പകുതി വെച്ചിട്ട് നിർത്തി പോകുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. അത്രയ്ക്ക് രസമൊന്നുമില്ല. ആൻഡ് ഇവിടെ ടുമാറോക്ക് പകരം യെസ്റ്റർഡേ ആയിരുന്നു. അത് ഞാൻ എന്താണ് ഇങ്ങനെ ടുമാറോ എന്ന് യൂസ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. സോ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഞാൻ പവർ ബാങ്കിൽ ഇട്ടിട്ടാണ് കേട്ടോ ഗൈസ് ഈ വീഡിയോ പിടിക്കുന്നത്, ചാർജും ഇല്ല. സോ എങ്ങനെയുണ്ട്? എന്തായാലും എന്താണ്, ഞാനിത് ചുമ്മാ ടൈം പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊന്നുമല്ല. സോ ബൈ ദ വേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയ്ക്ക് രസമില്ലല്ലേ, ബട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് നേരം എന്താ കിച്ചണിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം ഞാൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് സമയം കളയാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഇവിടെ ഓൾറെഡി സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ആൻഡ് ഇപ്പുറത്ത് കൈപ്പൊള്ളി ഗൈസ്. ആൻഡ് ഇപ്പുറത്ത് ഗൈസ് നല്ല ബിരിയാണി ഉണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞും കൂടി ഇല്ല. ഞാൻ അപ്പുറത്ത് പടം വരച്ചിരിക്കണമായിരുന്നു. ആൻഡ് ഇത് സ്വീറ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഡിഷാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസ്. ഇത് സേമിയം സംതിങ് ഒക്കെ വെച്ചുണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഇത് സ്വീറ്റ് അല്ലായിരുന്നു. എന്നെ ഇവിടെ സ്വീറ്റാണെന്ന് ഞാൻ ഇത് ഉണ്ടാക്കുന്നൊന്നും കണ്ടില്ല. അപ്പം സേമിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാന്ന് വിചാരിച്ച്. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറയണത് ഇത് സ്വീറ്റൊന്നും അല്ലെന്ന്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ആദ്യം ഇത്രയും ആവട്ടെ എന്നത്. ഇനി അവിടെ ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി ആക്കാനുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പം തന്നെ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആവാറായിട്ടുണ്ട്. 6:30 കേട്ടോ ബാങ്ക്. ഇപ്പോൾ 6:15 ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കണം. 6 മണി കഴിഞ്ഞ്. അപ്പോൾ ഫ്രൂട്ട്സ് ഏരിയയിൽ എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ഇവിടെ ആപ്പിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേപ്സൊക്കെ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. ക്യാമറ ക്ലിയർ അല്ല ഗൈസ്. ഇവിടെ ബാക്കിയുള്ളതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി സെറ്റാണ്. ഈ ഫ്രൂട്ട്സ് ഏരിയയിൽ മാത്രം എൻ്റെ ഡ്യൂട്ടി ആയിക്കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് ആയിട്ട് ഗ്രേപ്സും പിന്നെ ആപ്പിളും ആയിട്ടുള്ളത്. അപ്പോൾ ഫൈനലി കാത്തിരുന്ന് ബാങ്ക് കൊടുക്കാൻ ടൈം ആവാറായിട്ടുണ്ട്. 6:22 അങ്ങനെ എന്താണ് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ 6:30 6:35 ആകുമ്പോൾ ബാങ്ക് കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ടയേർഡായി തുടങ്ങി. ഈ സമയത്ത് ഇങ്ങനെ ടയേർഡാവാറില്ല. ബട്ട് ഇന്നെന്തോ കുറേ നേരം വെയിലത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടാണെന്ന് അറിയില്ല, ചെറുതായിട്ട് ടയേർഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്ത് പിന്നെ നമ്മൾ ഈന്തപ്പഴം വെള്ളമൊക്കെ വെച്ചിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം 9:30 ആയി. ഞാൻ വിചാരിച്ചു ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. നൈറ്റായി. ഈ ടൈമിലൊന്നും ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല. ബട്ട് ഇന്നെന്തോ ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ ടൈമിൽ സാധാരണ ഫനിക്ക് വന്നു കഴിഞ്ഞാൽ അവളായിട്ട് സംസാരിച്ചിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നൈറ്റിലത്തെ ഡിന്നർ കഴിക്കാം. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉറങ്ങാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു റമദാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാതിരിക്കുക. എല്ലാ കൂട്ടായിരിക്കും. ബൈ.